ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഈ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. മോഡ്യൂൾ 2, 3, 4 ഈ 3 മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ബ്രാഞ്ച് അക്കൗണ്ട്. എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്നും ചോദിക്കുക. അതായത് വട്ട് യു മീൻ ബൈ ബ്രാഞ്ച് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിഫൈൻ ബ്രാഞ്ച് അക്കൗണ്ട്സ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വട്ട് യു മീൻ ബൈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം നമുക്ക് തിയറി മാത്രമല്ല, ഇതിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 6 മാർക്ക് ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലം നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം നന്നായിട്ട് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഹെഡ് ഓഫീസാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ക്യാഷൊക്കെ, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റൊക്കെ കൊടുക്കും. അതേപോലെ തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുള്ള ഗുഡ്സ് മാത്രമേ ബ്രാഞ്ചിന് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബ്രാഞ്ചിന് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. കംപ്ലീറ്റ് ഓപ്പറേഷനും അതിൻ്റെ റെസ്ട്രിക്ഷൻസും കൺട്രോളും എല്ലാം ആരുടെ കയ്യിലായിരിക്കും? ഹെഡ് ഓഫീസിൻ്റെ കയ്യിലായിരിക്കും. അത്തരം ബ്രാഞ്ചുകളാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എന്താണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ തിയറിയും പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ജസ്റ്റ് കാര്യങ്ങൾ അവർക്ക് സെർട്ടൻ റൂൾസ് പോളിസീസൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അത് കൺട്രോൾ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ആ പെർട്ടിക്കുലർ ബ്രാഞ്ച് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ക്യാഷ് ഇൻ ട്രാൻസിറ്റും. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തു, പക്ഷേ അത് എവിടെ എത്തിയിട്ടില്ല? ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഈ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തതിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്യും. ഓക്കെ, എൻട്രി എഴുതും. അതായത് അത് റെക്കോർഡ് ചെയ്യും. പക്ഷേ ഈ ഗുഡ്സ് എവിടേക്ക് എത്തിയിട്ടില്ല? ഈ ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടില്ല. എപ്പോഴാണോ ബ്രാഞ്ചിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ബ്രാഞ്ച് എന്ത് ചെയ്യണത്? അതിൻ്റെ എൻട്രി റെക്കോർഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്ന് അയക്കുകയും ചെയ്തു, ബ്രാഞ്ചിലേക്ക് എത്തുകയും ചെയ്തില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്സ് ട്രാൻസിറ്റ്. അങ്ങനെ ക്യാഷ് അയക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ് ടുവേർഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡ് നോട്ട് റിസീവ്ഡ് ബൈ ദി ബ്രാഞ്ച് ടിൽ ദി എൻഡ് ഓഫ് ദാറ്റ് പീരിയഡ് ആർ നോൺ ആസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിൻ്റെ ടൈമിൽ അതായത് ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്തു, പക്ഷേ അത് എന്ത് ചെയ്തിട്ടില്ല? ബ്രാഞ്ച് അത് റിസീവ് ചെയ്തിട്ടില്ല. ആ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ ബ്രാഞ്ച് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഗുഡ്സ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് വിൽ ബി ഷോൺ ആസ് അസറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓഫ് ഹെഡ് ഓഫീസ്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് ആയിട്ടാണ് എന്ത് കാണിക്കുന്നത്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് കാണിക്കുന്നത്. ദെൻ അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തിൽ തന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അതായത് ബ്രാഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാഞ്ച് അത് റെക്കോർഡ് ചെയ്യും. ദെൻ അതിന് ശേഷം ഒരു ഓപ്പോസിറ്റ് എൻട്രി എഴുതിയിട്ട് ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ വരുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ടിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ വാട്ട് ഈസ് ഇൻവോയ്സ് പ്രൈസ് സെല്ലിംഗ് മെത്തേഡ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് മേ ബി ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ ജേണലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ജേണൽ എൻട്രി എന്താണെന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൻ്റെ ജേണൽ എൻട്രി എന്താണ്? അത് ഹെഡ് ഓഫീസിൽ എന്ത് എൻട്രിയാണ് എഴുതേണ്ടത്? ബ്രാഞ്ചിൽ എന്ത് എൻട്രിയാണ് എഴുതേണ്ടത്? അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് എൻട്രിയാണ് എഴുതേണ്ടത്? അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്ന ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് കീപ്പിംഗ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ബ്രാഞ്ച് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്, അതിൻ്റെ പർപ്പസ് ആണ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. എന്താണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്? എക്സ്പ്ലെയിൻ ദി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് യു വിൽ അഡോപ്റ്റ് ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഓക്കെ, എന്താണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്? അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ എന്തൊക്കെ അക്കൗണ്ട്സ് ആണ് നമ്മൾ
തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സിന് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അതേപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് ബ്രാഞ്ച് ഫിക്സഡ് അസെറ്റ്. അപ്പോൾ ഗുഡ്സ് ട്രാൻസിറ്റ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, അപ്പോൾ ബ്രാഞ്ച് ഫിക്സഡ് അസെറ്റ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റൈറ്റ് ദി നെസസറി ജേണൽ എൻട്രീസ് ഫോർ ഇൻകോപ്പറേറ്റിംഗ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ദി ഹെഡ് ഓഫീസ് ബുക്സ് അക്കൗണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ട്രയൽ ബാലൻസ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എൻട്രീസ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിലും, അതായത് ഈ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഈ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അതിലും ചോദിക്കാം, ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ചോദിക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് വട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. നെക്സ്റ്റ് വട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലംസ് ഓൾസോ ആസ്ക്. അതായത് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം, അതുപോലെ തന്നെ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാം. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ തന്നെ നമുക്ക് ഡെപ്റ്റേഴ്സ് മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, ദെൻ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റം വെച്ചിട്ട് ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കും പ്രോബ്ലം ആയിട്ട്, ഇൻവോയ്സ് മെത്തേഡ് മാത്രം വെച്ചിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഉണ്ട്, ഇൻവോയ്സ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ പ്രോബ്ലം ആണ് കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ലോങ് എസ്സേയിൽ. ദെൻ പ്രോബ്ലത്തിൽ തന്നെ എന്തായിരിക്കും, അതായത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റം മെത്തേഡിലോ നമുക്കൊരു ലോങ് എസ്സേ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ദെൻ അത് വെച്ചിട്ട് നമ്മളൊരു ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ അതാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസിൽ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ മോഡ്യൂളാണ് ഫൈനൽ അക്കൗണ്ട്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, വട്ട് ഈസ് മീൻ ബൈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു സമ്മറിയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then next receipt and payment account is a summary of cash transaction for a particular period. It is prepared from the cash book at the end of the year. It contains all cash receipt including receipt through bank and all cash payments including payment through bank whether they are ക്യാപിറ്റൽ നേച്ചർ ആൻഡ് റവന്യൂ നേച്ചർ. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഇൻകം റെസിപ്റ്റും പേയ്മെൻറ്റും കാണിക്കും, റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റും പേയ്മെൻറ്റും കാണിക്കും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ NPOs. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് പ്രോഫിറ്റ് എയിം ചെയ്യാത്ത ഓർഗനൈസേഷൻസ് അല്ലേ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ദോസ് ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഫോംഡ് ഫോർ റെൻഡറിങ് സർവീസസ്. അപ്പോൾ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ NPO എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അവിടെ ചേർക്കേണ്ട ഒരു വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഫോർ റെൻഡറിങ് സർവീസസ് ആൻഡ് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ഇത് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സമ്മറി ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അതിൽ ക്യാപിറ്റൽ നേച്ചറിലും റവന്യൂ നേച്ചറിലും ഉള്ള റെസിപ്റ്റും പേയ്മെൻറ്റും ഇൻക്ലൂഡഡ് ആണെന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാമ്പിൾ എന്താണ്, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്പോർട്സ് ക്ലബ്, ലൈബ്രറീസ്, വെൽഫെയർ സൊസൈറ്റീസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. നെയിം ദി അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ നോൺ ട്രേഡിംഗ് കൺസേൺസ്. നോൺ ട്രേഡിംഗ് കൺസേൺസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് ഏതാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. 3 ബാലൻസ് ഷീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, പ്രോഫിറ്റാണ് ഇതിൽ കാണിക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ആണ് കാണാൻ സാധിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ ഒരു ഓർഗനൈസേഷൻ
അത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ക്യാപിറ്റൽ എന്താണോ അതാണ് ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്, അതായത് മൂലധനം. അതാണ് എന്ത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ ആണ് എന്ത് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് എ നോൺ ട്രേഡിംഗ് കൺസേൺ ഈസ് കോൾഡ് ക്യാപിറ്റൽ ഫണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജനറൽ ഫണ്ട്. ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺസ്, ദാറ്റ് ഈസ് ജനറൽ ഫണ്ടാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സബ്സ്ക്രിപ്ഷൻ. എന്താണ് സബ്സ്ക്രിപ്ഷൻ? സബ്സ്ക്രിപ്ഷൻ എന്താണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് അറിയുന്ന കേസാണ് അല്ലേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി ഫീസ് റിസീവ്ഡ് ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആനുവലി. ഓരോ വർഷത്തിലും മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആ മെമ്പേഴ്സിനെ അവിടെ ആ ഒരു ഓർഗനൈസേഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു ഫീ ആണ്. അതായത് അവർ ആ ഫേം സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ ഫീ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ദെൻ ഇറ്റ് ഈസ് റെക്കറിങ് റെസിപ്റ്റ് ആണ്, ഇറ്റ് ഈസ് എ റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചതാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് നമ്മൾ എമൗണ്ട് കാണിക്കണോ, എവിടെ കാണിക്കുക? റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ അതിൽ ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, കറൻറ്റ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. പ്രീവിയസ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തതാണ്. അപ്പോൾ ഒരു വർഷത്തെ കംപ്ലീറ്റ് ഇൻഫോർമേഷനാണ് നമ്മൾ കാണിക്കുക. പ്രീവിയസ് ഇയറോ കമ്മിങ് ഇയറോ ഒന്നും നമ്മളിവിടെ കാണിക്കണ്ട. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് അഡ്വാൻസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ദെൻ ലെസ് ഔട്ട്സ്റ്റാൻഡിങ്, അത് ഏതാണ്? ലാസ്റ്റ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കുറക്കുക. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി കറൻറ്റ് ഇയർ. അപ്പോൾ കറൻറ്റ് ഇയറിൻ്റെ അവസാനത്തിൽ സബ്സ്ക്രിപ്ഷൻ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മിങ് ഇയറിൽ, അതായത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫീ ആണ്. അപ്പോൾ അത് ആ വർഷമാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ സ്പെസിഫിക് ഡൊണേഷൻസ്. അപ്പോൾ ഡൊണേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഡൊണേഷനാണ്, ജനറൽ ഡൊണേഷനും ദെൻ സ്പെസിഫിക് ഡൊണേഷനും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജനറൽ ഡൊണേഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ജനറൽ ഡൊണേഷനും സ്പെസിഫിക് ഡൊണേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. വാട്ട് യു മീൻ ബൈ ഡൊണേഷൻ അങ്ങനെയും ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെസിഫിക് ഡൊണേഷൻ? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് സ്പെസിഫിക് ഡൊണേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് റൂം പണിയാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സ്പെസിഫിക് ഡൊണേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് നമ്മൾ ജസ്റ്റ് ഒരു ഡൊണേഷൻ കൊടുക്കണു, അത് അവർക്ക് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ എൻഡോമെൻറ്റ് ഫണ്ട്. എന്താണ് എൻഡോമെൻറ്റ് ഫണ്ട്? എൻഡോമെൻറ്റ് ഫണ്ട് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ്. അതായത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ സ്പെഷ്യൽ ഡൊണേഷൻ ഫോർ എ ലാർജ് എമൗണ്ട്. ഒരു ലാർജ് എമൗണ്ടിൽ നമുക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡൊണേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. കാരണം എന്താണ്? അതായത് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ഒരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ലാർജ് എമൗണ്ട് ആണ് കിട്ടുന്നത്. ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ലെഗസീസ്. എന്താണ് ലെഗസീസ്? ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഡൊണേഷനാണ് റിസീവ്ഡ് ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദി വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ വിൽപത്രം പ്രകാരം നമുക്ക് ലഭിക്കുന്ന, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലഭിക്കുന്ന ഡൊണേഷൻ അല്ലെങ്കിൽ ഗിഫ്റ്റിനാണ് ലെഗസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊണേഷൻ നമ്മൾ പറഞ്ഞു ജനറൽ പർപ്പസ് ഉണ്ട്, അതായത് ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്. ദെൻ എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഡൊണേഷനാണ്, ലാർജ് എമൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ലെഗസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസീസ് പേഴ്സൻ്റെ വില്ല് പ്രകാരം ലഭിക്കുന്ന
ഡൊണേഷനെയാണ് എന്ത് പറയുന്നത്, ഗിഫ്റ്റാണ് ലെഗസീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഹോണറേറിയം? ദി പേയ്മെൻറ്റ് മെയ്ഡ് ടു എ പേഴ്സൺ ഹു ഈസ് ദി നോട്ട് ദി എംപ്ലോയി ഓഫ് ദി ഓർഗനൈസേഷൻ ഫോർ റെൻഡറിങ് സ്പെസിഫിക് സർവീസ് ഈസ് കോൾഡ് ഹോണറേറിയം. അപ്പോൾ ആ ഓർഗനൈസേഷനിലുള്ള മെമ്പർ അല്ലാത്ത ഒരാൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, വർക്ക് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നൽകുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോണറേറിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി പേയ്മെൻറ്റ് മെയ്ഡ് ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് ദി എംപ്ലോയി ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ എംപ്ലോയി അല്ലാത്തൊരു പേഴ്സണിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഫോർ റെൻഡറിങ് സ്പെസിഫിക് സർവീസ്. ഓക്കെ, ഒരു സ്പെസിഫിക് സർവീസ് കൊടുത്തതിന് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഗസീസ് ഹോണറേറിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എമൗണ്ട് പെയ്ഡ് ടു ആൻ ഔട്ട്സൈഡർ ഫോർ ഡെലിവറിങ്. ഇപ്പോൾ നമ്മൾ ലെക്ചർ എടുത്തതിന്, അതുപോലെ തന്നെ എന്തെങ്കിലും പെർഫോമൻസ് ഒക്കെ കൊടുത്തതിന് അയാൾക്ക് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ, അതാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ചോദിക്കാം, സബ്സ്ക്രിപ്ഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഡൊണേഷൻ എന്താണ്, ജനറൽ ഡൊണേഷൻ എന്താണ്, എൻഡോമെൻറ്റ് ഫണ്ടിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, ലെഗസീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഹോണറേറിയത്തിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഈ 3 മാർക്സിൽ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഒന്ന്, ഹൗ വിൽ യു ട്രീറ്റ് ലെഗസി വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺസ്? നോൺ ട്രേഡിംഗ് കൺസേൺസിൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെഗസി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് എഴുതുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡിഫറൻസുകൾ നിങ്ങൾ നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദി പ്രൊസീജിയർ ഓഫ് ദി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്? ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതിയാൽ മതി, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് അറിയാലോ, അതേപോലെ എഴുതിയാലും മതി കേട്ടോ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഇൻ പ്രിപ്പയറിംഗ് ദി അക്കൗണ്ട്സ് ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എന്താണ്? ദെൻ നെക്സ്റ്റ്, ഹൗ ഡു യു ട്രീറ്റ് ദി ഫോളോയിങ് ഐറ്റംസ് വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺസ്? നോൺ ട്രേഡിംഗ് കൺസേൺസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ്, ഐറ്റംസിന് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട്. ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, സ്പെഷ്യൽ ഫണ്ട് ഐറ്റം, ഡൊണേഷൻ, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? പ്രോബ്ലം ചോദിക്കാം. അതാണ് ഇവിടെ ഞാൻ ഇങ്ങനെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തിയറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ടും ചോദിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ലോങ് എസ്സേ ക്വസ്റ്റ്യനിൽ ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ, അതിൽ അധികം അഡ്ജസ്റ്റ്മെൻറ്റ് വരാനൊന്നുമില്ല, പക്ഷേ മേ ബി അതങ്ങനെ ചോദിക്കാം. അതേപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് മാത്രം നിങ്ങൾക്ക് ഈ പാർട്ട് ബിയിൽ ഈ ഷോർട്ട് എസ്സേ ടൈപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാം. പിന്നെ ജേർണൽ എൻട്രീസ് ചോദിക്കാം, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചോദിക്കാം കേട്ടോ പ്രോബ്ലമായിട്ട്. ദെൻ ഇവിടെ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, ഇതായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് എസ്സേ ആയിട്ട് ചോദിക്കുക. അതായത് ഒരു എസ്സേ നമുക്ക് ഷുവർ എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ആണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നിങ്ങളൊരു പ്രോബ്ലം നന്നായിട്ട് നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ്, 4ാമത്തെ മോഡലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ നോട്ടൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. ഫോർമാറ്റ് മാത്രം, ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഫോർമാറ്റുകളുണ്ട് കേട്ടോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്, അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ കുറേ ഫോർമാറ്റുകളുണ്ട്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഫോർമാറ്റുകളുണ്ട്. ഈ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എഴുതാൻ ചോദിക്കാം, അതേപോലെ തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എഴുതാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ,
ദെൻ അപ്പോൾ ഇതിൽ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കുക. വാട്ട് ഈസ് SOFP? എന്താണ് SOFP? SOFP സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് തന്നെ. ഓക്കെ, അതിന് 2013 കമ്പനീസ് ആക്ട് പ്രകാരം അതിൻ്റെ പേര് എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയും. അപ്പോൾ ഏതിൻ്റെ കേസിലാണ്? ജോൺസ്റ്റോ കമ്പനീസിൻ്റെ കേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്, അല്ലെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അസറ്റും ലയബിലിറ്റീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ ആനുവൽ റിപ്പോർട്ടാണ് ത്രൂ വിച്ച് മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് ഓണേഴ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫോർമൽ ആനുവൽ റിപ്പോർട്ട്. ഫോർമൽ ആയിട്ടുള്ള ഒരു ആനുവൽ റിപ്പോർട്ടാണ്. അതിലൂടെ മാനേജ്മെൻറ്റ് ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അതിൻ്റെ ഓണേഴ്സിനും ക്രെഡിറ്റേഴ്സിനും പബ്ലിക്കിനും, അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ആ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കൊണ്ട് ആവശ്യം ഉള്ളത്, ഹെൽപ്ഫുൾ ആവുന്നത്, അവർക്കൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്, വാട്ട് ഈസ് കണ്ടിജൻറ്റ് അസറ്റ്, അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ് എന്താണ്, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കും. അതായത് പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ മാറ്റിവെക്കും മറ്റു പർപ്പസിന് വേണ്ടിയിട്ട്. അത് ഡിവൈഡ് ചെയ്യാൻ മാറ്റിവെക്കുന്നതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വാട്ട് യു മീൻ ബൈ ഇൻറ്ററിം ഡിവിഡൻറ്റ്? ഇപ്പോൾ നമ്മൾ ഡിവിഡൻറ്റ് ആനുവലി നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കും ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ 2 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയിൽ നമ്മളൊരു ഡിവിഡൻറ്റ് എക്സ്ട്രാ ഒരു ഡിവിഡൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിലൊക്കെ തന്നെ എന്താണ്? ഇപ്പോൾ ഈ കേസിലൊക്കെ നിങ്ങൾക്ക് അസറ്റ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റുകൾ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ലയബിലിറ്റീസ്, വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ്, അതിൻ്റെ ടൈപ്സ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി അസറ്റുകൾ. അപ്പോൾ അസറ്റ് എന്നൊക്കെ ഇപ്പോൾ ഇതേപോലെ കണ്ടിൻജൻറ്റ് അസറ്റ് എന്താണ്, ഫിക്സഡ് അസറ്റ് എന്താണ്, കറൻറ്റ് അസറ്റ് എന്താണ്, ഫിറ്റീഷ്യസ് അസറ്റ് എന്താണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ആർ റിസർവ്സ്? റിസർവ് എന്താണ്? പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുന്നതാണ് റിസർവ്. നിർബന്ധമായിട്ടും പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ. ഫോർ എക്സാമ്പിൾ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ റിസർവ്? എന്താണ് ക്യാപിറ്റൽ റിസർവ്? ദെൻ വാട്ട് ഈസ് റവന്യൂ റിസർവ്? ദെൻ നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻറ്ററിം ഡിവിഡൻറ്റ് ആൻഡ് ഫൈനൽ ഡിവിഡൻറ്റ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ്? എന്താണ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ്? ഇനി ഇതിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ദാറ്റ് ഈസ് ഗിവ് പ്രൊഫോമ ഫോർ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി അണ്ടർ ഷെഡ്യൂൾ 3 ഓഫ് ദി കമ്പനീസ് ആക്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഫോമ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ. ദെൻ രണ്ടാമത്തെ, സ്റ്റേറ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി യൂസ്ഡ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഓൺ ഷെയർസ് ബൈ കമ്പനി ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീമിയം ഓൺ ഷെയർ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ജനറൽ റിസർവ്, കോൾസ് ഇൻ അഡ്വാൻസ്, പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഫോർഫിറ്റഡ് ഷെയർസ്. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് വെച്ചിട്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ ടാക്സ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്? ഗിവ് എക്സാമ്പിൾ. എന്താണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി, അതിൻ്റെ എക്സാമ്പിൾ. അതുപോലെ കണ്ടിജൻറ്റ് അസറ്റ് ചോദിക്കാം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അസറ്റ് എന്നൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ആർ പ്രിഫറൻസ് ഷെയർസ് ട്രീറ്റഡ് ഇൻ എ കമ്പനി ഫൈനൽ അക്കൗണ്ട്സ്? കമ്പനീൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രിഫറൻസ് ഷെയർസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കാം, ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസും ചോദിക്കാം കേട്ടോ. ദെൻ ലോങ് എസ്സേയിൽ ചോദിക്കുന്നത് ഏതാണ്? പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ SOFP ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഞാൻ എനിക്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് ഒരു എസ്സേ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് എന്താണ്? ഫിക്സഡ് അസറ്റ്
ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഇൻറ്റാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, അതായത് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ചഡ് അല്ലേ, നമുക്ക് കാണാനോ തൊടാനോ കഴിയാത്ത അസറ്റുകളാണ് ഇൻറ്റാഞ്ചിബിൾ. ഫിക്സഡ് അസറ്റോ പെർമനൻറ്റ് നേച്ചറിലുള്ള അസറ്റുകളാണ് ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഒക്കെ വരും. ഫിക്സഡ് അസറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഫിക്സഡ് അസറ്റ് ലെസ് ഡെപ്രിസിയേഷൻ അല്ലേ. ദെൻ ഫിനാൻഷ്യൽ അസറ്റുകൾ എന്താണ് എന്നുള്ളത്, ഫിനാൻഷ്യൽ അസറ്റിന് എക്സാമ്പിളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡിയറീസ്, ലോൺസ് ടു സബ്സിഡിയറി എക്സെട്ര. ദെൻ കറൻറ്റ് അസറ്റ്, ഹൈലി ലിക്വിഡ് അസറ്റ്സ് ആണ് കറൻറ്റ് അസറ്റ്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെപ്റ്റർ, സ്റ്റോക്ക് എക്സെട്ര. ദെൻ ഫിറ്റീഷ്യസ് അസറ്റ്, ഫിറ്റീഷ്യസ് അസറ്റ്സ് ആർ നോട്ട് റിയൽ അസറ്റ്. അപ്പോൾ ഫിറ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് റിയൽ അസറ്റ് ആണ്, റിയൽ ആയിട്ട് വരുന്ന ഒരു അസറ്റുകളല്ല, പക്ഷെ അവിടെ ഒരു അസറ്റ് ഉണ്ട് എന്ന് നമ്മൾ അത് ഒരു അസ്യൂം ചെയ്യുന്നതാണ്. ദേ അപ്പിയർ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് അത് നമ്മൾ കാണിക്കുന്നത്, സാധാരണ അസറ്റ് പോലെ തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് സസ്പെൻസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ് എക്സെട്ര ആർ എക്സാമ്പിൾസ്. ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ള ഡിഫറെൻറ്റ് അസറ്റുകൾ. ദെൻ വേറൊരു അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് പറഞ്ഞാൽ ഇപ്പോൾ മൈൻസ് നിന്ന്, കോറീസ് നിന്ന്, ഓയിൽ. അപ്പോൾ നമ്മൾ മൈനിലൊക്കെ നമ്മൾ അതിൻ്റെ മെയിൻ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടുമ്പോഴേക്കും നമുക്ക് ഒരുപാട് വേസ്റ്റ് വന്നിട്ടുണ്ടാകും. അതാണ് വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ പ്രോബ്ലം ആയിട്ടും കുഞ്ഞു പ്രോബ്ലം ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തായാലും ഈ തിയറീസൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കി പോവാം കേട്ടോ. പിന്നെ മോഡ്യൂൾ 1ൻ്റെ തിയറി, സിംഗിൾ എൻട്രീൻ്റെ തിയറി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കി പോവാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് നോക്കാം. അതായത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. ഒന്ന്, ഡെപ്റ്റേഴ്സ് മെത്തേഡ് പ്രകാരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺവേർഷൻ മെത്തേഡ് പ്രകാരം ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺവേർഷൻ മെത്തേഡിൽ നമുക്ക് ആയിട്ടും ചോദിക്കാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ടും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് നമുക്ക് ആയിട്ടും ഷോർട്ടായിട്ടും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ മോഡ്യൂളിൽ അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പ്രോബ്ലം ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും 6 മാർക്കിന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷനിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് കറൻറ്റ് ഇയറിൻ്റെ, ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യണം. പ്രീവിയസ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യണം. ഇനി പ്രീവിയസ് ഇയറിൽ അതായത് നമുക്ക് അഡ്വാൻസ് കറൻറ്റ് ഇയറിൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഇയറിലേക്കുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് വെൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഗിവൺ. ഇപ്പോൾ ഓപ്പണിംഗ് അഡ്വാൻസ് പേയ്മെൻറ്റും ക്ലോസിംഗ് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 6 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണാനും ബാലൻസ് ഷീറ്റ് കാണാനും നമുക്ക് ആയിട്ടും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്നെങ്കിൽ ഒരു ട്രയൽ ബാലൻസ് പോലെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. മിക്കവാറും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കാണാനുള്ള ആയിരിക്കും ചോദിക്കുക. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ മെയിനായിട്ട് ചോദിക്കുന്നത് പ്രിപ്പയർ നോട്ട്സ് ടു അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് ഓരോ നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോർമാറ്റ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആയിട്ട് ചോദിക്കാം. ഇത് ഷോർട്ട് അതായത് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോബ്ലം പാർട്ടായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ തന്നെ ഈ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ തന്നെ എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഇപ്പോൾ ഈ അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിലും എൻട്രികൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരുപാട് എൻട്രി തന്നിട്ടുണ്ട് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ കേസിൽ. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. ജേർണൽ എൻട്രീസൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. ഇതാണ് നമുക്ക് ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ള അസറ്റുകളാണ്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റുകളാണ് അല്ലേ. അപ്പോൾ ഫിക്സഡ് അസറ്റുകൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് എഴുതുക. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, കറൻറ്റ് ഇയറിലുള്ള എൻഡിൽ ഫിഗേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയറിലുള്ള ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കുക. അപ്പം നോട്ട് നമ്പർ ഇപ്പോൾ ഇത് 1 നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിപ്രിസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഡിപ്രിസിയേഷൻ കുറച്ച് എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. അതേപോലെ നെക്സ്റ്റ് ഐറ്റം എന്താണ്? ക്യാപിറ്റൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ് വില്ല്, അതർ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്, ദെൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ കൊടുത്തിട്ടുണ്ട്. ദെൻ കറൻറ്റ് അസറ്റുകൾ നമ്മൾ ഇവിടെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ കറൻറ്റ് അസറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അസറ്റ് കിട്ടി. ദെൻ നമുക്ക് നെക്സ്റ്റ് ലയബിലിറ്റിയാണ് വരുന്നത്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. അപ്പോൾ ഇക്വിറ്റിയിലാണ് ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റിയിലാണ് നമുക്ക് എന്തൊക്കെ വരിക? ഡിബെഞ്ചർ, ബോണ്ട്, ലോങ് ടേം ലോൺസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ലയബിലിറ്റീസിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ്, അതായത് ലോങ് ടേം ലയബിലിറ്റി, ഇത് ഷോർട്ട് ടേം ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് വരുന്നത് ഷെഡ്യൂള് 3. ഇനി ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോം, ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇവിടെ ഒരു സർപ്ലസ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4th മോഡ്യൂളിൻ്റെ ക്ലാസ് ഇടാനുള്ളൊരു ടൈമിൻ്റെ പരിമിതി ആയതുകൊണ്ടാണ് ഇടാത്തത്. ഓക്കെ.